നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. ഫെബ്രുവരി മാസത്തിൽ, അതായത് കഴിഞ്ഞ മാസം തികച്ചും വ്യക്തിപരമായ കാരണങ്ങളാൽ നമുക്ക് വീഡിയോകളൊന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല. അത് കാരണം നമുക്ക് നഷ്ടപ്പെട്ടത് ഹിൻഡൻബർഗ് അദാനി ഇഷ്യൂകളിലുള്ള നിരവധി ചർച്ചകളായിരുന്നു. എന്തായാലും അത് മറ്റു വേദികളിൽ ധാരാളമായിട്ട് നിങ്ങൾക്ക് ലഭിച്ചു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് കാരണം നിങ്ങൾക്ക് അതുകൊണ്ട് മറ്റു പ്രയാസങ്ങളൊന്നും നേരിട്ട് കാണുമില്ല എന്ന് എനിക്കറിയാം. എങ്കിലും അതൊരു വലിയ നഷ്ടമായി തന്നെ ഞാൻ കണക്കാക്കുന്നു. നമുക്ക് അത്തരം വേദികളിലൊന്നും ചർച്ചകൾ നടത്താൻ സാധിച്ചില്ല. എങ്കിലും നമുക്കിപ്പോൾ മറ്റൊരു IPO വന്നിരിക്കുകയാണ്. ഗ്ലോബൽ സർഫസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ കമ്പനിയുടെ IPOയെ കുറിച്ചാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ജയ്പൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഗ്ലോബൽ സർഫസ് ലിമിറ്റഡ് എന്നുള്ള ഈ കമ്പനി. ഇത് നാച്ചുറൽ സ്റ്റോൺസിൻ്റെ, മാർബിൾ, ഗ്രാനൈറ്റ് ഒക്കെ പോലെയുള്ള വസ്തുക്കളുടെ നിർമ്മാണത്തിലും അതുപോലെ തന്നെ കൃത്രിമമായിട്ട് നിർമ്മിക്കുന്ന സ്റ്റോണുകളുടെ കാര്യത്തിലും ഉൽപ്പാദനം നടത്തുന്ന ഒരു കമ്പനിയാണ് ഗ്ലോബൽ സർഫേസ്. ജയ്പൂർ ബേസ്ഡ് ആയിട്ടുള്ള ഈ കമ്പനിയുടെ ഇഷ്യൂ 13-ാം തീയതി മുതൽ 15-ാം തീയതി വരെയാണ് ഓപ്പൺ ആയിരിക്കുന്നത്. 154.98 കോടി രൂപയാണ് ഇവർ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത്. അതിൽ 119.28 ക്രോഡ്സാണ് ഫ്രഷ് ഇഷ്യൂ, ബാക്കിയുള്ളതാണ് ഓഫർ ഫോർ സെയിലായിട്ട് വരുന്നത്. നമുക്ക് എന്തായാലും ഈ കമ്പനിയുടെ ഇഷ്യൂവിനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുകയാണ്. നമുക്കത് കാണാം. ഗ്ലോബൽ സർഫേസസ് ലിമിറ്റഡ് ഇത് 1991 ജയ്പൂരിൽ, അതായത് രാജസ്ഥാനിൽ രൂപം കൊണ്ട ഒരു കമ്പനിയാണ്. നമുക്കറിയാം മാർബിൾ, ഗ്രാനൈറ്റ് പോലെയുള്ള ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ളത് രാജസ്ഥാനിലാണെന്നുള്ളത് അറിയാം. അവിടെ നിന്നാണ് കൂടുതലായിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ വരുന്നത്. ഇത് നാച്ചുറൽ സ്റ്റോൺസ് മാത്രമല്ല, ഇത്തരത്തിലുള്ള നാച്ചുറൽ മിനറൽസ് കൊണ്ടുണ്ടാക്കുന്ന, കൃത്രിമമായിട്ടുണ്ടാക്കുന്ന സ്റ്റോൺസ്, അതായത് എഞ്ചിനീയർഡ് ക്വാർട്സ് എന്ന് പറയും, അതിൻ്റെ ഉൽപ്പാദനവും ഈ കമ്പനി നടത്തുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നാച്ചുറൽ സ്റ്റോൺസും എഞ്ചിനീയർഡ് ക്വാർട്സും നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് ഗ്ലോബൽ സർഫേസസ് ലിമിറ്റഡ് എന്നുള്ള ഈ കമ്പനി. ഈ കമ്പനി ജയ്പൂരിലാണ് ഉള്ളത്. ഗ്ലോബൽ സർഫേസസിൻ്റെ പ്രോഡക്റ്റുകളെല്ലാം തന്നെ ഇന്ത്യക്കകത്തും പുറത്തും നല്ല മൂവ്മെൻ്റ് ഉള്ള പ്രോഡക്റ്റുകൾ തന്നെയാണ്. അത് നാച്ചുറൽ സ്റ്റോൺസും അതുപോലെ തന്നെ എഞ്ചിനീയർഡ് ക്വാർട്സ് എന്നൊക്കെ പറയുമ്പോൾ ബിൽഡിങ്ങുകളുടെ ഫ്ലോറിങ്, വാൾ ക്ലാഡിങ് അങ്ങനെയൊക്കെയുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ജയ്പൂര് 20 കിലോമീറ്റർ വ്യത്യാസത്തിൽ 2 യൂണിറ്റുകളാണ് കമ്പനിക്ക് ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ടുള്ളത്. അത് ബഗ്രു എന്ന് പറയുന്ന സ്ഥലത്ത് റിക്കോ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഒരു 20,488 സ്ക്വയർ മീറ്റർ വലിപ്പമുള്ള ഒരു യൂണിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ യൂണിറ്റ് മഹീന്ദ്ര വേൾഡ് സിറ്റി സെസ് സെൻറ്ററിലാണ് രണ്ടാമത്തെ യൂണിറ്റ് ഉള്ളത്. അവിടെ 24,139 സ്ക്വയർ മീറ്റർ വലിപ്പമുള്ള ഒരു യൂണിറ്റ് ഉണ്ട്. ഈ രണ്ടാമത്തെ മഹീന്ദ്ര വേൾഡ് സിറ്റിയിൽ ഉള്ള യൂണിറ്റിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള യൂണിറ്റും പ്രവർത്തിക്കുന്നുണ്ട്. അതായത് കമ്പനിയുടെ പ്രോഡക്റ്റുകളുടെ ഇംപ്രൂവ്മെൻറ്റിനും അതിൻ്റെ ടെസ്റ്റിങ്ങിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു സെൻറ്റർ ഈ രണ്ടാമത്തെ യൂണിറ്റിൽ പ്രവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം എടുക്കുകയാണെങ്കിൽ 99% റവന്യൂ വന്നിരിക്കുന്നത് എക്സ്പോർട്ടിൽ നിന്നാണ്. അതായത് USA-ലേക്കും കാനഡ, മിഡിൽ ഈസ്റ്റ്, ആസ്ട്രേലിയ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കൊക്കെ ഇവരുടെ പ്രോഡക്റ്റുകൾ നല്ല രീതിയിൽ തന്നെ എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഈ ചിത്രത്തിൽ കാണുന്ന മയാങ്ക് ഷാ എന്ന യങ് എൻ്റർപ്രണറാണ് കമ്പനിയുടെ പ്രൊമോട്ടർ. ആക്ച്വലി ഇഷ്യൂവിന് മുമ്പ് 100% ഓഹരികളും, ഏകദേശം 99.35% ഓഹരികളും ഇഷ്യൂവിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ മാത്രം കൈകളിലാണ്. ഗ്ലോബൽ സർഫേസസിൻ്റെ EPS 10.52 എന്നാണ് കാണുന്നത്. പി റേഷ്യോ നോക്കുകയാണെങ്കിൽ 12.64, 13.31. അതുപോലെ തന്നെ റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 32.51%, ബുക്ക് വാല്യൂ 39.58. പിന്നെ ഇതിൻ്റെ കോമ്പറ്റീറ്ററായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത്, അവരുടെ പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്നത് പൊക്കർണ ലിമിറ്റഡ് എന്നുള്ള ഒരു കമ്പനിയാണ്. അവരുടെ പി റേഷ്യോ ആണെങ്കിൽ 12.53 എന്നാണ് കാണുന്നത്. കമ്പനിയുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ നോക്കുകയാണെങ്കിൽ 10 രൂപയുടെ ഓഹരികളാണല്ലോ കമ്പനി ആദ്യകാലത്ത് ഇറക്കിയതെങ്കിൽ 2007-നും 2018-നും ഇടയിൽ ഒരു 40 രൂപ, 100 രൂപ ആ റേഞ്ചിൽ അവർ പ്രൈവറ്റ് പ്ലേസ്മെൻ്റ് ആയിട്ട് ഓഹരികൾ ഫർദർ ഇഷ്യൂ നടത്തിയതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ 2 വർഷങ്ങളിൽ, അതായത് 2021-ലും 2022-ലും
അവർ ബോണസ് ഇഷ്യൂ കൊടുത്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 2021 ഓരോ ഓഹരിക്ക് 2 ഓഹരി എന്നുള്ള നിലയിലാണ് ബോണസ് കൊടുത്തിരുന്നതെങ്കിൽ 2022 100 ഷെയറിന് 75 ഓഹരി സൗജന്യമായിട്ട് അവർ, അതായത് ബോണസ് ഷെയറായിട്ട് കമ്പനി കൊടുത്തിട്ടുണ്ട് ഓഹരി ഉടമകൾക്ക്. പക്ഷേ ഡിവിഡൻ്റായിട്ട് ഇതുവരെ കഴിഞ്ഞ 2 വർഷം പരിശോധിക്കുകയാണെങ്കിൽ ഇതുവരെ കൊടുത്തതായിട്ട് കാണുന്നില്ല. കമ്പനിയുടെ ഫ്രഷ് ഇഷ്യൂ വഴി ലഭിക്കുന്ന 119.28 കോടി രൂപയിൽ 90 കോടി രൂപയും അവർ ഉപയോഗിക്കുന്നത് അവരുടെ ഗൾഫ് മേഖലയിലുള്ള അവരുടെ സ്വന്തം ഉടമസ്ഥതയിലുള്ള ഹോളി ഓൺ സബ്സിഡിയറി ആയിട്ടുള്ള ഒരു കമ്പനിയുണ്ട്. അതിൻ്റെ പേരും ഗ്ലോബൽ സർഫസസ് FZE എന്ന പേരിലുള്ള ഒരു കമ്പനിയാണ്. ആ ഹോളി ഓൺ സബ്സിഡിയറിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ആണ് പൈസ ഉപയോഗിക്കാൻ പോകുന്നത്. ബാക്കിയുള്ള തുക കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഉപയോഗിക്കുമെന്നാണ് അവരുടെ പ്രോസ്പെക്ടസിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഇഷ്യൂവിൻ്റെ രജിസ്ട്രാർ ബിഗ് ഷെയർ എന്ന കമ്പനിയാണ്, ബിഗ് ഷെയർ സർവീസസ് ആണ്. ലീഡ് മാനേജർ യൂണിസ്റ്റോൺ ക്യാപിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള ഒരു കമ്പനിയുമാണ്. ഇനി കമ്പനിയുടെ ഫിനാൻഷ്യൽ സൈഡ് നോക്കുകയാണ്. 2020 റവന്യൂ കാണിക്കുന്നത് 163.29 കോടി രൂപയാണ്. ആ വർഷം അതിൻ്റെ ആകെ നെറ്റ് പ്രോഫിറ്റ് കാണുന്നത് 20.84 കോടി രൂപയാണ്. ഇനി 2021 ഈ റവന്യൂ 175.37 കോടി രൂപയായിരുന്നപ്പോൾ നെറ്റ് പ്രോഫിറ്റ് 33.95 കോടി രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2022 190.31 കോടി രൂപ റവന്യൂ വന്നപ്പോൾ അത് ഇതിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 35.73 കോടി രൂപയായിരുന്നു. പിന്നെ ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ അവസാനിച്ച ഹാഫ് ഇയർലി കണക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റവന്യൂ 97.98 ഇവിടെ പ്രോഫിറ്റ് കാണുന്നത് 14.89 എന്നാണ്. ഒരു നേരിയ കുറവ് ഇവിടെ കാണുന്നുണ്ട്. അർദ്ധവാർഷിക കണക്കാണെന്ന് ഓർക്കണം. എങ്കിലും ഒരു നേരിയ കുറവ് വരാൻ കാരണം അവർ പറഞ്ഞിരിക്കുന്നത് ലോജിസ്റ്റിക്സ് രംഗത്തൊക്കെ ഉണ്ടായിട്ടുള്ള അമിതമായിട്ടുള്ള വർധനവ് തന്നെയാണെന്നാണ് പറയുന്നത്. ഇനി മാർജിൻ പെർസെൻറ്റേജ് 2020 12.8, അടുത്ത വർഷം 19.4, പിന്നീട് 18.8%, പിന്നെ 15.2%. ഇങ്ങനെയാണ് അതിൻ്റെ മാർജിൻ പെർസെൻറ്റേജും കാണുന്നത്. അപ്പോൾ ഗ്ലോബൽ സർഫേസസ് ലിമിറ്റഡ് എന്ന ഈ കമ്പനിയുടെ ഇഷ്യൂ ഡീറ്റെയിൽസ് നമുക്ക് പെട്ടെന്നൊന്ന് പരിശോധിക്കാം. 13-ാം തീയതി മുതൽ 15-ാം തീയതി വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് ബാൻഡ് 133 രൂപ മുതൽ 140 രൂപ വരെയാണ്. അപ്പോൾ ഇത് ഫ്രഷ് ഇഷ്യൂ 119.28 കോടി രൂപയ്ക്കുള്ളതുണ്ട്. അതായത് 85.2 ലക്ഷം ഓഹരികളാണ് ഫ്രഷായിട്ട് കമ്പനി ഇറക്കുന്നത്. അതുപോലെ ഓഫർ ഫോർ സെയിൽ 35.7 കോടി രൂപയ്ക്കുള്ളതാണ്. കമ്പനി 25.5 ലക്ഷം ഓഹരികൾ ഓഫർ ഫോർ സെയിലായിട്ട് ഇതിൻ്റെ പ്രൊമോട്ടേഴ്സ് വിൽക്കുന്നുണ്ട് എന്നർത്ഥം. ടോട്ടൽ അപ്പോൾ ഇഷ്യൂ സൈസ് വരുന്നത് 154.98 കോടി രൂപയ്ക്കുള്ളതാണ്. ഇതിൻ്റെ ഫേസ് വാല്യൂ 10 രൂപയാണ് ഓരോ ഓഹരിയുടേത്. റീറ്റെയിലേഴ്സിന് 35% ഓഹരികൾ അലോട്ട് ചെയ്യുന്നുണ്ട്. NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യുന്ന ഒരു മെയിൻ ബോർഡ് IPO തന്നെയാണിത്. ഇനി ഇതിൻ്റെ റീറ്റെയിലേഴ്സിന് അപ്ലൈ ചെയ്യാവുന്ന ഒരു ലോട്ട് എന്ന് പറഞ്ഞാൽ 100 ഓഹരികൾ വരും. 100 ഓഹരി എന്ന് പറയുമ്പോഴത്തേക്കും അത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 14,000 റുപ്പീസ് ആയിരിക്കും നമുക്ക് അപ്പോൾ ചിലവാക്കേണ്ടി വരുന്നത്. അങ്ങനെ റീറ്റെയിലേഴ്സിന് മാക്സിമം 14 ലോട്ട് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ് മാക്സിമം. അപ്പോൾ 1400 ഷെയർസ് വരും. അതിന് 1,96,000 രൂപയായിരിക്കും മുടക്കേണ്ടി വരിക. അതുപോലെ തന്നെ HNIസിനാണെങ്കിൽ HNIസിന് 15 ഒരു ലോട്ട്. അത് സ്മോൾ HNIസിനാണ്, അതായത് ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസിൽ തന്നെ സ്മോൾ ആയിട്ടുള്ളവർക്ക് 1500 ഓഹരികളാണ് അവർക്ക് മിനിമം അപ്ലൈ ചെയ്യാവുന്നത്. അപ്പോൾ 2,10,000 രൂപ വരും. അതുപോലെ തന്നെ ബിഗ് HNIs എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്നവർക്ക് 72 ലോട്ട് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതായത് 7,200 ഓഹരികൾ അപ്ലൈ ചെയ്യാം. അങ്ങനെ വരുമ്പോൾ അവർക്ക് 10,80,000 രൂപയുടെ അടുത്താണ് ചിലവായിട്ട് വരുന്നത്.
ഇനി ഇത് അപ്ലൈ ചെയ്യണോ വേണ്ടിയോ എന്ന് പലർക്കും സംശയം ഉണ്ടായിരിക്കാം. അപ്പോൾ ഇതെന്തായാലും ഇതൊരു ഹൈലി കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു സെക്ടറിൽ പെടുന്ന ഓഹരി തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഈ ഇഷ്യൂവിൻ്റെ ലിസ്റ്റിംഗ് വരുന്ന സമയത്ത് ഇത് ടി ഗ്രൂപ്പിലാണ് പെടുത്തിയിരിക്കുന്നത്. ടി ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും അത് ട്രേഡ് ടു ട്രേഡ് എന്നുള്ളൊരു കാറ്റഗറിയാണ്. അതായത് 5% അതിൻ്റെ സീലിങ്ങും ഫ്ലോറിങ്ങും വരും. അതായത് 5% വേരിയേഷനെ അനുവദിക്കുകയുള്ളൂ ഒരു ദിവസം. അതുപോലെ തന്നെ മുകളിലോട്ടും താഴോട്ടുമാണ് ഈ 5% എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഒരു ദിവസം തന്നെ വാങ്ങി അന്ന് തന്നെ വിൽക്കാനോ ഇല്ലെങ്കിൽ അന്ന് തന്നെ വിറ്റ് അന്ന് തന്നെ തിരികെ വാങ്ങിക്കാനോ പറ്റില്ല ഈ ഓഹരി. അതിന് നിയന്ത്രണമുണ്ട് എന്നുള്ളത് കൊണ്ട് ഇത് തീർച്ചയായിട്ടും അത് വളരെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, ഇതിൻ്റെ വിലയിൽ വരുന്ന വേരിയേഷൻസ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ടി ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ലിസ്റ്റ് ചെയ്യിക്കുന്നത്. അപ്പോൾ തുടക്കത്തിൽ വലിയ ചാഞ്ചാട്ടം ഈ ഓഹരിയുടെ കാര്യത്തിൽ ഉണ്ടാവില്ല. അപ്പോൾ കൂടുതൽ പൈസയുള്ള ഇൻവെസ്റ്റേഴ്സ് തീർച്ചയായിട്ടും ലോങ് ടേമിലേക്ക് വേണ്ടിയിട്ട് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഇതിൻ്റെ അലോട്ട്മെൻറ്റ് വരുന്നത് മാർച്ച് 20-ാം തീയതിയാണ്. അതുപോലെ ലിസ്റ്റിംഗ് 23-ാം തീയതിയുമായിരിക്കും. അപ്പോൾ ഈ ഗ്ലോബൽ സർഫസസ് ലിമിറ്റഡ് എന്ന ഈ കമ്പനിയുടെ ഇഷ്യൂ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ എല്ലാ രീതിയിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകളും വളരെ വിലപ്പെട്ടതാണ്. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.